വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ CPM അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും. അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത RSS തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്. സാധാരണ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ ഉണ്ട്, സംസ്ഥാനം അറിയിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പാലിച്ചില്ല. ഇത് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ന്യായമായിട്ട് ചെയ്യുന്നതാണോ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അജണ്ടയാണ്. 356 ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഫാസം വരണം. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അല്ലാണ്ട് അതാ വളഞ്ഞ വഴിയായാലും നേരെ വഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന 356 വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഗവൺമെന്റ് ഇവിടെയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുള്ള ഗവൺമെന്റാണ്. ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഒന്നും നേടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല. BJPക്ക് ഒരു സീറ്റും കേരളത്തിൽ BJP കിട്ടില്ല. പ്രശ്നം ഉണ്ടാകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് BJPയും കോൺഗ്രസും UDFും ചേർന്നുകൊണ്ട് നമുക്കെതിരായിട്ട് ചിലപ്പോഴും ഒരു നീക്കം. കാരണം രണ്ടാളും മുഖ്യശത്രുവായിട്ട് CPM-നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.